ഹലോ വെൽക്കം ടു റിംഗ് സ്റ്റോക്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഹൈപ്പായിട്ടുള്ളൊരു സംഭവമാണ് പിങ്ക് സോൾട്ട് അഥവാ ഹിമാലയൻ പിങ്ക് സോൾട്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഉപ്പിനേക്കാളും ഹിമാലയൻ പിങ്ക് സോൾട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുമെന്നും ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. ഹിമാലയൻ പിങ്ക് സോൾട്ടിൻ്റെ കമ്പനികളും എല്ലാം അത് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഉപ്പിനേക്കാളും ഒരുപാട് വില കൂടുതലുമാണ് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ടിന്. നമ്മളുടെ നോർമൽ ഉപ്പെന്ന് പറയുന്നത് കടൽ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന ഉപ്പാണ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കല്ലുപ്പുണ്ട്, പൊടിയുപ്പുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതേസമയം ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് ഈ പാറയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഉപ്പാണ്. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. സാധാരണ ഉപ്പിനകത്ത് എല്ലാവർക്കും അറിയാം സോഡിയം ക്ലോറൈഡ് ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. സോഡിയം ക്ലോറൈഡിനാണ് നമ്മൾ ഉപ്പെന്ന് പറയുന്നത്. ഈ പൊടി ഉപ്പിനകത്ത് ഇത് കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള ആൻറ്റി കേക്കിംഗ് ഏജൻസും അതുപോലെ തന്നെ അയഡിനും കൂടെ ചേർത്തിട്ടുണ്ട്. ഹിമാലയൻ പിങ്ക് സോൾട്ടിനകത്ത് 96 to 99% സോഡിയം ക്ലോറൈഡും ബാക്കി 1 to 4% പലതരത്തിലുള്ള മിനറൽസും അടങ്ങിയിരിക്കുന്നു. പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, കാൽഷ്യം, ക്രോമിയം മുതലായ പല മിനറൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ മിനറൽസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ സോൾട്ടിന് ഈ ഒരു പിങ്ക് കളറ് ഉള്ളത്. പിങ്ക് സോൾട്ട് നമ്മൾ പൊടിയായിട്ട് മേടിക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി പിങ്ക് കളറായിരിക്കും. അതേസമയം നമ്മൾ കല്ലായിട്ട് മേടിക്കുവാണെങ്കിൽ അതിന് പല കളറായിരിക്കും. ഓരോ കല്ലുകൾക്കും ഓരോ കട്ടകൾക്ക് പല പല കളറായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ട്, കാണാമോ? ഇത് കണ്ടോ, ഇത് നല്ല വൈറ്റ് കളറിലെ കല്ലാണ്. ഇത് കുറച്ചുകൂടെ ഒരു പിങ്ക് ടിൻ്റ് ഉണ്ട്, കണ്ടോ? ചില സ്ഥലങ്ങളിൽ കൂടുതൽ പിങ്ക് കളറുണ്ട്, ചില ഇടങ്ങളിൽ ചില ലൈറ്റ് കളറായിരിക്കും. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ കല്ല് കണ്ടോ, ഇതിൻ്റെ ചിലയിടത്ത് നല്ലതായിട്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട്, കാണാമോ? കണ്ടോ? ഇതിൻ്റെ ഇത് പൊട്ടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കണ്ടോ, ചില സ്ഥലങ്ങളിൽ ഇതിനകത്ത് അതിൻ്റെ ഒരു വെയിൻ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കളറിൻ്റെ. ഈ മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഉപ്പ് കഴിക്കുന്നതിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ഹിമാലയൻ പിങ്ക് സോൾട്ട് കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് നമ്മളുടെ ശരീരത്തിൽ എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ മിനറൽസിൽ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഇത്ര ഇരട്ടി വില അല്ലെ 3 ഇരട്ടി വില കൊടുത്ത് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട് മേടിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ സാധാരണ ഉപ്പിനകത്തുള്ള സോഡിയം ക്ലോറൈഡ് തന്നെയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് BP മുതലായി പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തന്നെ ഈ ഉപ്പ് അമിതമായിട്ട് കഴിച്ചാലും വരും. അതുകൊണ്ട് ഏത് ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്താലും അത് മിതമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഗൂഗിളിൽ നോക്കിയാൽ പോലും അങ്ങനെ പല യൂട്യൂബേഴ്സ് ആണെങ്കിലും ഹിമാലയൻ പിങ്ക് സോൾട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ദുപ്പ് എന്നാണ് പറയുന്നത്. ഈ ഇന്ദുപ്പ് എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു പേരാണ്. പണ്ടൊക്കെ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൈദ്യന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് മരുന്ന് മേടിക്കുമ്പോൾ ചില രോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അവർ പറയും ഉപ്പ് കൂട്ടാൻ പാടില്ല, അതിന് പകരം ഇന്ദുപ്പ് ചേർത്ത് കഴിക്കാം. അന്നേരം നമ്മളൊക്കെ അങ്ങാടിക്കടകളിൽ ആയുർവേദ മരുന്നുകൾ കിട്ടുന്ന കടകളിൽ പോയിട്ട് ഇന്ദുപ്പ് മേടിക്കും. ആ ഇന്ദുപ്പല്ല ഇത്. അത് പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ടാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധാരണ ഉപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് പൊട്ടാഷ്യം ക്ലോറൈഡ്. ട്രഡീഷണലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ദുപ്പ് അതാണ്. ഇപ്പം തന്നെ പല കമ്പനികൾ ലൈറ്റ് സോൾട്ട്, ലോ സോഡിയം സോൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോൾട്ട് ഇറക്കുന്നുണ്ട്. അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പക്ഷെ കുറച്ച് എമൗണ്ട് ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അന്നേരം സാധാരണ ഉപ്പ് കഴിക്കുന്ന അത്രയും സോഡിയത്തിൻ്റെ ഹാംഫുൾ എഫക്ട്സ് നമുക്ക് വരാതെ BP ഉള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സോൾട്ടാണ് ഈ ലോ സോഡിയം സോൾട്ട്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഡ്നി പ്രോബ്ലം ഉള്ളവർ ഈ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഈ ലോ സോഡിയം സോൾട്ട്, ലൈറ്റ് സോൾട്ട് മുതലായവ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അവർ പ്രത്യേകം അവരുടെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അന്നേരം അങ്ങാടി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇന്ദുപ്പെന്ന് പറയുന്നത് വെള്ള പരലുകൾ പോലെ, അതായത് നമ്മുടെ കൽക്കണ്ടത്തിൻ്റെ പീസ് പോലൊക്കെ ഇരിക്കുന്നത്. അന്നേരം അതല്ല ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട്. അന്നേരം പിങ്ക് സോൾട്ട് ഉപയോഗിക്കരുത് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. അന്നേരം പിങ്ക് സോൾട്ട് മറ്റ് സോൾട്ടിനേക്കാളും വളരെ ഗുണകരമാണെന്ന് ഓർത്തുകൊണ്ട് പിങ്ക് സോൾട്ട് അമിതമായിട്ട് കഴിക്കാം. പിങ്ക് സോൾട്ട് കലക്കി കുടിക്കാം വണ്ണം കുറയ്ക്കാൻ വേണ്ടി. പിങ്ക് സോൾട്ട് കഴിച്ചാൽ പലതരത്തിലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിങ്ക് സോൾട്ട് കഴിക്കരുത്. അങ്ങനെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും നമുക്ക് ഈ മിനറൽസിൽ നിന്ന് കിട്ടാനും മാത്രമുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും അതിലില്ല. സാധാരണ ഉപ്പായാലും പിങ്ക് സോൾട്ട് ആയാലും നമ്മൾ മിതമായിട്ട് മാത്രം ഉപ്പ് കൂട്ടുക. മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ വണ്ണം കുറയ്ക്കാൻ വരെ ഇത് നല്ലതാണ്, ഈ പിങ്ക് സോൾട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടു, വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കുവാണോ ചെയ്യേണ്ടതെന്നാണ് ഒരു വ്യൂവർ ചോദിച്ചേക്കുന്നത് കമൻറ്റിനകത്ത്. അതിനവരൊട്ട് റിപ്ലൈ കൊടുത്തിട്ടുമില്ല.
ഈ ഈ ഇവർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഈ ഉപ്പ് കലക്കി കുടിക്കുവാണെങ്കിൽ അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. നിങ്ങളിങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ആരും ചെയ്യരുത്. എന്തുപ്പാണെങ്കിലും ഏതുപ്പായാലും വെറുതെ ആവശ്യമില്ലാതെ കലക്കി കുടിക്കുകയൊന്നും ചെയ്യില്ല. നമ്മളുടെ ബോഡിയിൽ നമുക്ക് വേണ്ടുന്നതിലും കൂടുതലായിട്ട് ഇപ്പോൾ സോഡിയം ആയാലും പൊട്ടാഷ്യം ആയാലും ഏത് സാധനമായാലും വേണ്ടുന്നതിലും കൂടുതലായിട്ട് കലക്കിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകാനായിട്ട് അത് മതി. ദയവായിട്ട് നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച്, നിങ്ങളുടെ ഒരു പ്രോപ്പറായിട്ടൊരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യും. വേറൊരു ടൈപ്പ് സോൾട്ട് കൂടെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കളറും ഒരു ഗ്രേയിഷ് കളറാണ്, അതുകൊണ്ടാണ് അത് ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത്. അതിന് ഒരു രൂക്ഷമായ ഒരു സ്മെല്ലുണ്ട്. അതിനകത്ത് സൾഫർ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് ആ സ്മെല്ല്, സ്ട്രോങ് സ്മെല്ലാണ്. ഈ നോർത്ത് ഇന്ത്യൻസ് അവരുടെ ഇപ്പം നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ട് ചാട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, പലതരം മസാലകൾ, അവരുടെ ഓരോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴെല്ലാം ഈ ബ്ലാക്ക് സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു മണവുമുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ മലയാളികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവ്. അതിനൊരു ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അങ്ങനെയുള്ള സൾഫർ കോമ്പൗണ്ട്സ് മറ്റുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രസൻസ് കൊണ്ട് അതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഇത് പ്രയോജനകരമാവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ കൂടെ ചെയ്യുക. താങ്ക്